നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കേരള സർക്കാർ പ്രവാസി കേരളീയരുടെ ഉന്നമനത്തിനായി രൂപവത്കരിച്ച പ്രവാസി ക്ഷേമനിധി ഏറെ ഗുണകരമാണ്. അതിൽ ചേരാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ചേരുക. നിസ്സാര തുക ഇപ്പോൾ നൽകിയാൽ ഭാവിയിൽ നിങ്ങൾക്ക് സുരക്ഷിതമാക്കാം. മലയാളികൾക്കിടയിൽ ക്ഷേമനിധി മണിയേട്ടൻ എന്നറിയപ്പെടുന്ന മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശി മണികണ്ഠൻ കലാംപറമ്പിലിന്റെ ചുണ്ടുകളിൽ എപ്പോഴുമുണ്ട് ഈ വാക്കുകൾ. എന്നാൽ ഇത് വെറും വാക്കല്ല. ഇതാരും വിശ്വസിക്കാതെ പോകരുത്. താല്പര്യമുള്ളവരുടെ അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് അത് കൃത്യമായി നാട്ടിലെത്തിക്കുകയും രജിസ്ട്രേഷൻ ചെയ്ത് കാർഡ് തിരിച്ചു നൽകുകയും ചെയ്യുന്നു ഈ നിസ്വാർത്ഥ സേവകൻ. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ദിനചര്യ പോലെ തുടരുന്ന ഒറ്റയാൾ സേവനം കൂടിയാകുന്നു ഇത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒഴിവു സമയത്തെ സാമൂഹിക സേവനം കഴിഞ്ഞ 30 വർഷത്തോളമായി ക്ഷേമനിധി മണിയേട്ടൻ UAE-യിൽ പ്രവാസിയാണ്. ഷാർജ ഇന്ത്യൻ സ്കൂളിലെ ബസ് ഡ്രൈവർ. അങ്ങനെ നമ്മുടെ ക്ഷേമനിധിയെ കുറിച്ച് 2009 മാധ്യമങ്ങൾ വഴിയാണ് അറിയുന്നത്. പ്രതിമാസം 300 രൂപ വീതം 5 വർഷം തുടർച്ചയായി അടച്ചാൽ 60 വയസ്സാകുമ്പോൾ 500 രൂപ പെൻഷൻ കിട്ടും. ഇത് കൊള്ളാമല്ലോ എന്നോർത്ത് മറ്റൊന്നും ആലോചിക്കാതെ ചേർന്നു. സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവരൊന്നും ഈ നിധിയെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. മാസം തോറും ചെറിയ സംഖ്യയിലെ അടയ്ക്കേണ്ടതുള്ളൂ എന്നാണ് പ്രത്യേകതയെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. തുടർന്ന് അവരും ചേർന്നു. നമ്മുടെ സാധാരണക്കാരായ പ്രവാസികൾക്ക് ജീവിത സായാഹ്നത്തിൽ കൈത്താങ്ങാകുന്ന പദ്ധതിയെക്കുറിച്ച് അവരെ അറിയിക്കേണ്ടത് ഒരു സമൂഹ ജീവി എന്ന നിലയിൽ തന്റെ കടമയാണെന്ന് ക്ഷേമനിധി മണിയേട്ടനെ തോന്നിയപ്പോൾ പിന്നെ അമാന്തിച്ചു നിന്നില്ല. കാണുന്നവരോടൊക്കെ പദ്ധതിയെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചും വിശദീകരിക്കുകയായിരുന്നു. UAE-യുടെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ താല്പര്യത്തോടെ ബന്ധപ്പെടുകയും ചെയ്തു. ഓൺലൈനിൽ നിന്ന് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് അകലെയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും മണിയേട്ടൻ. അടുത്തുള്ളവർ നേരിട്ട് വരികയും യാത്രാ സൗകര്യമില്ലാത്ത തൊഴിലാളികളെ പോലുള്ളവരുടെ അടുത്തേക്ക് നേരിട്ട് ചെല്ലുകയും ചെയ്യുകയാണ് മണിയേട്ടൻ. ഇതിനോടകം താൻ 1500ഓളം പേരെ ക്ഷേമനിധിയിൽ ചേർത്തിട്ടുണ്ട്. ഈ 53കാരൻ അഭിമാനത്തോടെ പറയുന്ന വാചകമാണ്. കഴിഞ്ഞ ബജറ്റിൽ രജിസ്ട്രേഷൻ ഫീസും പ്രതിമാസ സംഖ്യ 350 രൂപയാക്കി. ഇതോടൊപ്പം പെൻഷൻ തുകയും വർദ്ധിച്ചു 3500 രൂപ. ഏപ്രിലോടെ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് കരുതുന്നത്. ഇത്തരത്തിൽ നാട്ടിലെ കാര്യങ്ങൾ ജ്യോതിബസ്വാകും നോക്കുക. ജോലി കഴിഞ്ഞുള്ള ഒഴിവു സമയങ്ങളിൽ രാത്രി വൈകിയും വാരാന്ത്യ അവധി ദിനമായ വെള്ളിയാഴ്ചകളിലും മറ്റ് അവധി ദിനങ്ങളിലും ഒരു കെട്ട് അപേക്ഷാ ഫോമുമായി പ്രവാസികൾക്കിടയിലേക്ക്, പ്രത്യേകിച്ച് തൊഴിലാളികളുടെ അരികിലേക്ക് ക്ഷേമനിധി മണിയേട്ടൻ എത്തിച്ചേർന്നത് തനിക്ക് വേണ്ടിയല്ല, കൂടപ്പിറപ്പുകളായി കരുതുന്ന പ്രവാസികളുടെ നല്ല നാളേക്ക് വേണ്ടിയാണ്. തൊഴിലാളികളെ കൂടാതെ അജ്മാനിലെയും ഷാർജയിലെയും കഫ്റ്റീരിയ, റെസ്റ്റോറന്റ്, ഗ്രോസറി, സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിലും മറ്റ് ചെറുകിട സ്ഥാപനങ്ങളിലും അപേക്ഷാ ഫോറവുമായി ചെല്ലും. അത് തിരസ്കരിക്കുന്നവർ വളരെ ചുരുക്കമാണെന്നാണ് മണിയേട്ടൻ പറയുന്നത്. മാത്രമല്ല, ആവശ്യമുള്ള രേഖകളെല്ലാം ശേഖരിച്ച ശേഷം നാട്ടിൽ പോകുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തി അവരുടെ പക്കൽ ഫോറവും രജിസ്ട്രേഷൻ ഫീസായ 300 രൂപയും ഏൽപ്പിച്ച് സുരക്ഷിതമായി നാട്ടിലെത്തിക്കുകയും ചെയ്യും. ക്ഷേമനിധി മണിയേട്ടൻ നാട്ടിലേക്ക് പോകുമ്പോൾ കൈബാഗിലെ നല്ലൊരു സ്ഥലവും അപഹരിക്കുക പൂരിപ്പിച്ച അപേക്ഷാ ഫോറമായിരിക്കും. പിന്നീട് ക്ഷേമനിധി കാർഡ് തിരിച്ച് UAE-യിൽ എത്തിച്ച് വിതരണം ചെയ്യുകയും ചെയ്യും മണിയേട്ടൻ. നാട്ടിലെ കാര്യങ്ങൾക്ക് അവിടെ ബാങ്ക് ഉദ്യോഗസ്ഥനായ സഹോദരൻ ജ്യോതി ബസുവാണ് മേൽനോട്ടം വഹിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ചേർന്നവരെ ഇപ്പോൾ കാണുമ്പോൾ പങ്കുവയ്ക്കുന്ന സ്നേഹമാണ് തന്റെ സന്തോഷമെന്ന് ഇദ്ദേഹം പറയുകയാണ്. ചേർന്ന അംഗങ്ങളുടെ വരിസംഖ്യ മുടങ്ങാതെ അടയ്ക്കാൻ ഓർമ്മിപ്പിക്കാനും മണിയേട്ടൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. എന്നാൽ എന്താണ് ക്ഷേമനിധി? പ്രവാസി കേരളീയരുടെ ഉന്നമനത്തിനായി 2008 പ്രവാസി ക്ഷേമ ആക്ട് പ്രകാരം രൂപവത്കരിക്കപ്പെട്ടതാണ് പ്രവാസി ക്ഷേമനിധി. മലയാളികളായ 18 മുതൽ 60 വയസ്സുള്ളവരെ, വിദേശത്ത് ജോലി ചെയ്യുന്നവരും തിരിച്ചു വരുന്നവരുമായ പ്രവാസികൾ, അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും തിരികെ എത്തിയവരുമായ പ്രവാസികൾക്ക് കേരള പ്രവാസി ക്ഷേമ ബോർഡിൽ അംഗങ്ങളാകാൻ സാധിക്കും. ആനുകൂല്യങ്ങൾ പെൻഷൻ, അതായത് 60 വയസ്സിന് ശേഷം ലഭിക്കുന്നതായിരിക്കും. രജിസ്റ്റർ ചെയ്യേണ്ട വിധം: അംഗത്വ ഫീസ് 200 രൂപയും അംശാദായം വിദേശ പ്രവാസികൾക്ക് 300 രൂപയും മടങ്ങി വന്ന അന്യസംസ്ഥാന മലയാളികൾക്ക് 50 രൂപയും അടയ്ക്കേണ്ടതാണ്. ഇത് പ്രതിമാസമായോ വാർഷികമായോ അടയ്ക്കാൻ സാധിക്കും. രജിസ്ട്രേഷൻ, ക്ഷേമനിധി, അംഗത്വവും കാർഡും അംശാദായ അടവ് എന്നിവ പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ്. നിബന്ധനകൾക്ക് www.pravasikerala.org/instructions.php എന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷന് www.pravasikerala.org/onlineappin.php ഈ ലിങ്ക് ഉപയോഗിച്ച് വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ആദ്യം കാണുന്ന രജിസ്ട്രേഷൻ ടൈപ്പ് എന്ന ഭാഗത്ത് നിങ്ങളുടെ കാറ്റഗറി തിരഞ്ഞെടുക്കുക. 3 ഓപ്ഷനുകളാണുള്ളത്. വിദേശത്തുള്ളവർ, വിദേശത്ത് നിന്ന് തിരിച്ചു വന്നവർ, മൂന്നാമതായി കേരളത്തിന് പുറത്തും ഇന്ത്യക്കകത്തുമായി ജോലി ചെയ്യുന്നവർ. 3ഉം സെലക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങൾ ചേർത്തതിന് ശേഷം വലതുവശത്ത് ക്ലിക്ക് ചെയ്ത് ഫോട്ടോ, ഒപ്പ്, മറ്റ് രേഖകൾ അപ്ലോഡ് ചെയ്യുക. മൊബൈൽ നമ്പർ ചേർക്കുമ്പോൾ
ചെയ്യുമ്പോൾ ഇന്ത്യൻ നമ്പർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം തീർന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേയ്മെന്റ് വിൻഡോയിൽ നിന്ന് ഇന്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ പണമടയ്ക്കാം. പണമടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ നമ്പർ ആവശ്യമായി വരും. അപേക്ഷ കൊടുത്ത് 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാർഡ് ഓൺലൈനിൽ നിന്ന് പ്രിന്റ് ചെയ്തെടുക്കാം. തൊട്ടടുത്ത മാസം മുതൽ അംശാദായം അടയ്ക്കാൻ സാധിക്കും. പ്രവാസിക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനും നിലനിന്നിരുന്ന കാലതാമസം ഒഴിവാക്കാനും ഇതോടെ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ലിങ്കുകൾ നോക്കുക. രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് www.pravasikerala.org/online-status-chk.php. കാർഡ് പ്രിന്റ് ചെയ്യാൻ www.pravasikerala.org/online-id-card.php. അംശാദായം അടയ്ക്കാൻ http://ep.keltron.in/ep/public/index.php/member. അതോടൊപ്പം തന്നെ ക്ഷേമനിധി മണിയേട്ടനെ ബന്ധപ്പെടുവാൻ 911507698913 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.